ആർട്ടിക് സർക്കിളിന് വടക്കുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ദ്വീപായ സോമറോയ് വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്നു. സമയം എന്ന സങ്കല്പത്തെ തന്നെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന 300-ൽ താഴെ മാത്രം നിവാസികളുള്ള ഈ നോർജീവിയൻ ദ്വീപ് അവിടുത്തെ വിചിത്രമായ ജീവിതശൈലിക്ക് പേരുകേട്ടതാണ്. ഇവിടെ പുലർച്ചെ 3 മണിക്ക് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങും. അതുമാത്രമല്ല, ഉടമകൾക്ക് താല്പര്യമുള്ളപ്പോൾ മാത്രമേ കടകൾ തുറക്കൂ. ഈ ദ്വീപിന്റെ അസാധാരണമായ ജീവിത രീതിക്ക് കാരണം ഇവിടെ അനുഭവപ്പെടുന്ന നാടകീയമായ സീസൺ വ്യതിയാനങ്ങളാണ്. മെയ് 20 മുതൽ ജൂലൈ 18 വരെ തുടർച്ചയായ 69 ദിവസം സൂര്യൻ അസ്തമിക്കാതെ ചക്രവാളത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്ന അർദ്ധരാത്രി സൂര്യൻ പ്രതിഭാസത്തിൽ ദ്വീപ് മുങ്ങി നിൽക്കും. ഈ തടസ്സമില്ലാത്ത പകൽ വെളിച്ചമാണ് സോമറോയിലെ ദൈനംദിന താളം മാറ്റിയെഴുതുന്നത്. കർശനമായ ഷെഡ്യൂളുകളില്ലാതെ വിശ്രമിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും ക്ഷീണിക്കുമ്പോൾ ഉറങ്ങുകയും ചെയ്യുന്ന രീതിയാണ് സോമറോയിലെ ആളുകൾ പിന്തുടരുന്നത്. 2019-ൽ ഈ ദ്വീപ് ഔദ്യോഗികമായി സമയരഹിത മേഖലയാകാനുള്ള പ്രതീകാത്മക ശ്രമത്തിലൂടെ അന്താരാഷ്ട്ര വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പുലർച്ചെ 2 അല്ലെങ്കിൽ 3 മണിക്ക് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങും. കുട്ടികൾ പോലും പുലർച്ചയ്ക്ക് മുൻപ് കയറുകൾ വലിച്ചിടും. ഉടമകൾക്ക് താല്പര്യം തോന്നുമ്പോൾ മാത്രമേ ബിസിനസ്സുകൾ തുറക്കൂ. ദ്വീപിലേക്ക് നയിക്കുന്ന പാലത്തിൽ പ്രദേശവാസികൾ ഡസൻ കണക്കിന് ക്ലോക്കുകൾ കെട്ടിത്തൂക്കി അവരുടെ ആശയം ഊന്നി പറഞ്ഞു. ജീവിതം സംഖ്യകളെയല്ല പ്രകൃതിയെയാണ് പിന്തുടരുന്നത് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. സന്ദർശകർക്ക് സമയം പ്രധാനമാണ്, ഞങ്ങൾക്ക് ഇതൊരു നിർദ്ദേശം മാത്രമാണ്, ഒരു താമസക്കാരൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. വേനൽക്കാലം അതിരുകളില്ലാത്ത പകൽ വെളിച്ചം കൊണ്ടുവരുമ്പോൾ ശൈത്യകാലം നേരെ വിപരീതമാണ്. നവംബറിനും ജനുവരിക്കും ഇടയിൽ സൂര്യൻ ഒരിക്കലും ഉദിക്കുന്നില്ല. അതായത് ദ്വീപ് ധ്രുവരാത്രിയിലേക്ക് പഴുതി വീഴും. ഇരുട്ട് നാട്ടുകാരെ പിന്തിരിപ്പിക്കുന്നതിന് പകരം രാത്രിയിലെ വടക്കൻ വെളിച്ചങ്ങളുടെ പ്രദർശനത്തിലുള്ള പശ്ചാത്തലമായി മാറുന്നു. ആകാശത്ത് ആഞ്ഞടിക്കുന്ന പച്ചയും വയലറ്റ് നിറങ്ങളിലുമുള്ള തിരമാലകളെ വീക്ഷിച്ചുകൊണ്ട് നീണ്ട വൈകുന്നേരങ്ങളിൽ നാട്ടുകാർ വെളിയിൽ ഒത്തുകൂടുന്നു. ഇത് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചയാണ്. സോമറോയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ദ്വീപിൽ ഏകദേശം 70 വീടുകൾ, ഒരു ചെറിയ ഹോട്ടൽ, ഒരു കഫേ, ഒരു സ്കൂൾ എന്നിവയാണുള്ളത്. സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യാനുസരണം വിശ്രമിക്കാനും ഹാജർ ക്രമീകരിക്കാനും കഴിയും. വിവാഹങ്ങൾ മുതൽ ഉത്സവങ്ങൾ വരെയുള്ള സാമൂഹിക പരിപാടികൾ കലണ്ടറിലെ മറിച്ച് കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്.